ടീച്ചറുടെ ഒറ്റയ്ക്കല്ല, പകൽ സമയത്ത് ഞാനുണ്ട് ടീച്ചറുടെ സഹായിക്കാൻ. അദ്ദേഹമാണ് എന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹം ആ ലോകത്തേക്ക് പോവുകയും ചെയ്തു. അന്ന് സാംകുട്ടന് 1 വയസ്സ് മാത്രമായി. സാംകുട്ടൻ ഇപ്പോൾ എവിടെയാണ് ടീച്ചർ? അങ്ങനെ ഇഷ്ടപ്പെട്ട വിവാഹം കഴിച്ച് അങ്ങ് അമേരിക്കയിലാണ് അയച്ചത്. 5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുണ്ട്. എൻ്റെ പേരക്കുട്ടിയെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അവൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ക്രിസ്മസിന്. ഒരു സർപ്രൈസ് ഉണ്ട് അത്രേ. അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനാണോ എന്തോ എൻ്റെ വിധി. അമേരിക്കയിൽ പോയാൽ എന്താണ് കുഴപ്പം? ഇല്ല അച്ഛൻ, ഞാനിവിടെ ഈ വീടും ഈ അനാഥാലയത്തിലെ കുഞ്ഞുങ്ങളെയും നോക്കി ഇവിടെ കഴിഞ്ഞോളാം. കുട്ടികളെ വരും, നമുക്ക് കലോൺ തുടങ്ങാം. ഒരു കാർ വരുന്നുണ്ട് ടീച്ചറെ, ഒരു ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. അമ്മ പരിചയപ്പെടാൻ സംസാരിക്കുന്ന സമയമില്ല. നമ്മൾ ഇപ്പോൾ തന്നെ വൃദ്ധസാനിലേക്ക് പോവുകയാണ്. അമ്മ വേഗം റെഡിയാകും. ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ പേരിൽ ഈ സ്ഥലവും മനോഹരമായി എന്തിനാണ് അമ്മ ഞങ്ങൾ പറയുന്നത് കേട്ട് ഉടുപ്പ് പോലും മാറാൻ സമയമില്ല. വന്ന് വണ്ടി കയറ്. എന്താ ഈ കേൾക്കുന്നത്? വേറെ ചാക്കോ, താൻ തൻ്റെ കാര്യം നോക്കിയാൽ മതി കേട്ടല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ ഇങ്ങനെയെങ്കിൽ? ഇതാണോ നിന്റെ ക്രിസ്മസ് സമ്മാനം? ഇതാണോ നീ പറഞ്ഞിരുന്ന സർപ്രൈസ്? മോനെ സാമ്പത്ത, എന്ത് പറഞ്ഞാലും നിന്റെ ക്രൂരമായ മോഹം നടക്കില്ല. ഞാൻ ജീവിച്ചിരുന്ന കാലം ഈ അനാഥ കുഞ്ഞുങ്ങളെ നോക്കി ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞു. നീ എന്റെ മകൻ ശാന്തമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കാം.
അത് അതിന്റെ പ്രൊജക്റ്റ് ആയി കഴിഞ്ഞു. പിന്നെന്താ? ദയവ് ചെയ്ത് ഞാൻ നിർബന്ധിക്കുന്നു. ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ ഒപ്പം ഇവിടെ കഴിഞ്ഞുകൊള്ളു. മക്കളെ വളർത്തി വലുതാക്കി ഇത്രയും വലിയ ജോലി വേണം. എന്തൊരു നീതിയാണ്. ലോകങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിപ്ലവമായാണ് ഉള്ളവർ എല്ലാവരും കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. കേവലം കാര്യത്തിൽ വന്നാൽ ദൈവത്തിനായവത്തെ കുറിച്ച് കാര്യത്തിൽ വന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കും. ദൈവത്തിന് നമ്മുടെ പണമോ സൗന്ദര്യമോ പ്രതാപമോ ഒന്നും ആവശ്യമില്ല. അവിടത്തേക്ക് വേണ്ടത് നമ്മുടെ നല്ല പ്രവൃത്തികൾ മാത്രം. അമ്മക്ക് ഇഷ്ടമെങ്കിൽ ഈ സ്ഥലത്ത് അമ്മക്ക് വേണ്ടി ഒരു ആരാധന കൊണ്ടുവരാം. ദൈവത്തിന് വേണ്ടി എല്ലാവർക്കും നല്ല ആശംസകൾ. സന്ദേശം ഇപ്പോഴല്ല ഒരു വ്യക്തിയുടെ ശക്തിയും അനുഭവവുമാണ്. മക്കളെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് അവൾ നിനക്ക് വേണ്ടി വളരെ കഷ്ടത അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് ഓർക്കണം. ഉള്ളിലെ സ്നേഹം പുറത്തു കൊണ്ടുവരിക, ഒരാൾ എത്രത്തോളം താഴണമെന്ന് പഠിപ്പിക്കാൻ ദൈവം തന്നെ അവതരിക്കേണ്ടി വന്നു.
ഒരു പുൽത്തൊഴുത്തിൽ നിത്യതയുടെ ഭാരം ഉപേക്ഷിച്ച് വിശക്കുന്നവനും ഭക്ഷിക്കുന്നവനും ഉറങ്ങുന്നവനുമാണ്, ഒടുവിൽ മരിക്കുന്നവനുമാണ്. ക്രിസ്മസ് ഒരു ആഘോഷമല്ല, ദൈവം നമ്മെ അഗാധമായി സ്നേഹിക്കുന്നു എന്ന അറിവാണ്. എല്ലാവർക്കും സെൻറ് ജോസഫ് കുടുംബ യൂണിറ്റിൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.